ദൈവത്തിന് സ്തുതി. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഭ കാനോനികമായി നോമ്പിന് വേർതിരിച്ചിട്ടുള്ള ആഴ്ചവട്ടക്കാലങ്ങളിൽ ഈ പുതിയ ദിവസത്തിൻ്റെ എല്ലാ നന്മകൾക്കും ദൈവിക വാഗ്ദത്തങ്ങൾക്കും ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ലെൻഡ് എന്നതിന് നാം സർവ്വസാധാരണമായി മലയാളത്തിൽ നോമ്പ് എന്നുപയോഗിക്കാറുണ്ട്. ഈ പദം പിരിച്ചെഴുതിയാൽ നോവ് അഥവാ അൻപ് എന്ന് പറയാമെന്ന് തോന്നുന്നു. നോവ് വേദനയാണെങ്കിൽ അൻപ് കരുണയാണ്. അൻപിന് ഭക്തി എന്നും അർത്ഥമുണ്ട്. അങ്ങനെയെങ്കിൽ വേദനാനിർഭരമായ ഭക്തിയാണ് നോമ്പ്. ലെൻഡ് ഈസ് എ പെയിൻഫുൾ പയറ്റി. ഇസ്രയേൽ ജനങ്ങൾ മരുഭൂമിയിലൂടെ ദിക്കുപോലും തിട്ടമില്ലാതെ 40 സംവത്സരം അലഞ്ഞു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു എന്ന് യഹോവയായ ദൈവം പ്രതികരിച്ചു. യേശുതമ്പുരാനും 40 ദിനരാത്രങ്ങൾ ആൾപ്പാർപ്പില്ലാത്ത ഉഗ്രവിഷം ചീറ്റുന്ന ഉരകങ്ങളും നാഗങ്ങളും മാത്രമുള്ള മരുഭൂമിയിലൂടെ ഏകനായി ഏകാന്തതയിൽ കഴിച്ചുകൂട്ടി. ലൂക്കോസ് സുവിശേഷകൻ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ്. ഹി വാസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഇൻ ദ വിൽഡർനെസ്. യേശുതമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരുക്കത്തിനായുള്ള വേദനാനിർഭരമായ പുറപ്പെടലായിരുന്നു തൻ്റെ മരുഭൂമിയിലേക്കുള്ള പ്രയാണം. യേശുവിൻ്റെ സ്നേഹം മാത്രമല്ല, വേദനാനിർഭരമായ നോമ്പും ഒരു പുറപ്പെടലിൻ്റെ ഒരുക്കമായിരുന്നു. ലവ് as well as Lent is a painful exodus. പ്രിയ സ്നേഹിതരെ, ഈ സ്നേഹനിർഭരമായ വേദനയുള്ളതായ ഒരു പുറപ്പെടൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമല്ലേ? നാം എല്ലാം വളരെയേറെ തിരക്കുകളിൽ വ്യാപൃതരാണ്. ഉത്സവപ്പറമ്പിലെയും പള്ളിപ്പെരുന്നാളുകളിലെയും ആൾത്തിരക്കുകൾ നമ്മുടെ നിത്യക്കാഴ്ചകളാണ്. നമ്മളുടെ പാതകളിലെ വേഗതയേറിയ വാഹനങ്ങളിലെ മരണപ്പാച്ചിൽ ഭയാനകമാണ്. നമ്മിലേക്ക് നോക്കാൻ ഈ നോമ്പുകാലം അല്പസമയം എടുക്കുമോ? യേശു കർത്താവ് മരുഭൂമി പ്രയാണത്തിലൂടെ ആർജിച്ചെടുത്തത് അപരസ്നേഹത്തിൻ്റെ പുതിയ ഗാഥകളും ആത്മനൊമ്പരങ്ങളുടെ നവചൈതന്യവുമാണ്. ന്യൂ സോങ്സ് ഓഫ് ലവ് ടുവേർഡ്സ് ദ അതർ ആൻഡ് ദ ന്യൂ വിഗർ ഓഫ് സെൽഫ് കൺസ്ട്രെയിൻസ്. ഈ നോമ്പിൻ്റെ വ്യഥയിൽ നമുക്കും നമ്മുടെ അരുമനാഥനായുള്ള കർത്താവിനോടൊപ്പം പങ്കുചേരാം. ശാന്തമായി നിശബ്ദമായി കർത്താവിൻ്റെ ഈ വ്യഥയിൽ നമ്മളും പങ്കുകാരായി തീരാം. പ്രാർത്ഥിക്കാം. ആത്മസ്വരൂപനായ ദൈവമേ, യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ നോവും ഞങ്ങളിലേക്ക് പകരണമേ.
ഞങ്ങളുടെ ലോകത്തിലെ കുഞ്ഞു ജീവിതം ലോകാതീതനായ നിനക്കും നിന്റെ പുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിക്കും ബഹുമാനത്തിനും മഹത്വത്തിനും യോഗ്യമാക്കി തീർക്കണമേ. ആമേൻ. ആശീർവാദം നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം. കർത്താവ് നമ്മെയും സകല മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. പാപത്തിൻ ഭാരവഞ്ചുമഴേ